സയാനി ബുവ എന്ന ചാപ്റ്ററിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സാം ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ചോദ്യം, സയാനി ബുവ കഹാനി കിസ്നെ ലിഖി? സയാനി ബുവ എന്ന കഹാനി എഴുതിയത് ആരാണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. മന്നു ഭണ്ഡാരി. ആരാണ് എഴുതിയത്? മന്നു ഭണ്ഡാരിയാണ് സയാനി ബുവ എന്ന കഹാനി എഴുതിയത്. സയാനി ബുവ के यहाँ सब लोग कितने बजे उठते थे? സയാനി ബുവയുടെ അവിടെ സബ് ലോഗ് പറഞ്ഞ എല്ലാവരും, കിത്തനെ ബജെ ഏത് സമയത്ത്, എത്ര മണിക്കാണ് ഉടുത്തേത് എഴുന്നേറ്റിരുന്നത്? ടീക്ക് 5 ബജെ, കൃത്യം 5 മണിക്ക്. കിത്തനെ ഗണ്ടേ ബാഹർ മൈതാൻ മെ ടഹൽത്താ था? കിത്തനെ ഗണ്ടേ എത്ര മണിക്കൂർ ബാഹർ പുറത്ത് മൈതാനത്തിൽ ഉലാത്തുമായിരുന്നു? 1 ഗണ്ട, 1 മണിക്കൂർ. 1 മണിക്കൂറാണ് പുറത്ത് മൈതാനത്തിൽ അവർ നടക്കാറുള്ളത്, അല്ലെ, ഉലാത്താറുള്ളത്. എത്രയാണ്? 1 മണിക്കൂർ. സയാനി ബുവാക്കോ ബച്പൻ സെ കിസ് പർ പാബന്ദ് തി? സയാനി ബുവയ്ക്ക് ബച്പൻ സെ കുട്ടിക്കാലത്തിൽ തന്നെ കിസ് പർ എന്തിലാണ് സമർത്ഥയായിരുന്നത്? കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ ചെയ്തിരുന്നത്. സമയപ്പർ. സയാനി ബുവാക്കോ ബച്പൻ സെ കിസ് പർ പാബന്ദ് തി? സയാനി ബുവ കുട്ടിക്കാലം മുതലേ കിസ്പർ എന്തിലാണ് കൃത്യനിഷ്ഠ ചെയ്തിരുന്നത്? കൃത്യനിഷ്ഠയുള്ള ഒരു സ്വഭാവം ഏത് കാര്യത്തിലായിരുന്നു എന്നാണ് ചോദിച്ചത്. സമയപ്പർ, സമയത്തിന്റെ കാര്യത്തിൽ. സയാനി ബുവ കിസ് ബാത്ത് മേ പഠൂതി? സയാനി ബുവ ഏത് കാര്യത്തിലാണ് സമർത്ഥയായിരുന്നത്? അപ്നാ സാമാൻ സമ്പൽക്കർ രഖ്നേമേ? തൻ്റെ സാധനങ്ങൾ സമ്പൽക്കർ രഖ്നേമേ, തൻ്റെ സാധനങ്ങളൊക്കെ നന്നായിട്ട് വെക്കുന്നതിൽ, ശരിയായ രീതിയിൽ ക്രമത്തിൽ അടുക്കും ചിട്ടയോടും കൂടി സൂക്ഷിച്ചു വെക്കുന്നതിൽ സമർത്ഥയായിരുന്നു. ജോ രബഡ് ഉനോനെ ചൗദി കക്ഷാമേ ഗരീദി ദി കഹാം തക്ക് ആക്കർ സമാപ്ത് കിയ? യാതൊരു റബ്ബറാണോ വാങ്ങിയത്, സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ള റബ്ബർ, അത് ഏത് ക്ലാസ് വരെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് ചോദ്യം. ഏത് ക്ലാസ്സിൽ എത്തുമ്പോഴാണ് അവസാനിക്കാറുള്ളത്? ആ റബ്ബർ 4ാം ക്ലാസ്സിൽ നിന്ന് വാങ്ങിയ റബ്ബർ ഏത് ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്കാണ് അത് അവസാനിക്കാറുള്ളത്? നവീൻ കക്ഷാമയാക്കർ 9ാം ക്ലാസ്സിൽ വരുമ്പോൾ, 9ാം ക്ലാസ്, അപ്പോൾ 9ാം ക്ലാസ് വരെയാണ് ഒരു റബ്ബർ ഉപയോഗിച്ചിരുന്നത്. ബുവാജി കെ പതിക്കോ ലേഖിക ക്യാ ബുലാത്തി തി? ബുവാജിയുടെ ഭർത്താവിനെ ലേഖിക എന്താണ് വിളിച്ചിരുന്നത്? ബായി സാഹബ്. എന്താണ് വിളിച്ചിരുന്നത്? ബായി സാഹബ്. बुआजी के घर में लेखिका को कौन सबसे अच्छा लगा? ബുവാജിയുടെ വീട്ടിൽ ഏറ്റവും നല്ലതായിട്ട് ലേഖികക്ക് തോന്നിയത് ആരെയായിരുന്നു? അന്നുവിനെ. ആരെയാണ്? അന്നുവിനെയാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത്. ആരുടെ വീട്ടില്? ബുവാജിയുടെ വീട്ടിൽ. एक बार सयानी बुआ के घर के नौकर ने कौन सा अपराध किया था? एक बार ഒരിക്കൽ സയാനി ബുവ കെ ഘർ കെ നൗക്കർ, സയാനി ബുവയുടെ വീട്ടിലെ വേലക്കാരൻ, കോൻസ അപരാധ് കിയാത, എന്ത് അപരാധമാണ് ചെയ്തിരുന്നത്? സുരാഹി തോടുതി, സുരാഹി കൂജ പൊട്ടിക്കുക എന്ന അപരാധമാണ് സയാനി ബുവയുടെ വീട്ടിലെ വേലക്കാരൻ ചെയ്തത്. സയാനി ബുവാക്കോ കിസ് പർ സഖ്ത് നഫറത്ത് ദി? സയാനി ബുവയ്ക്ക് ഏതു കാര്യത്തിലാണ് വളരെയധികം വെറുപ്പ് ഉണ്ടായിരുന്നത്? നഫറത്ത്, വെറുപ്പ്. ഏത് കാര്യത്തിലാണ് ഉണ്ടായിരുന്നത്? തോട് പറഞ്ഞാൽ പൊട്ടിക്കുക, സാധനങ്ങളൊക്കെ പൊട്ടിക്കുക, ചീത്തയാക്കുക, ആ കാര്യത്തില് സയാനി ബുവ വെറുത്തിരുന്നു. അന്നു കോ കോൻസി ബീമാരി ആയി? അന്നുവിന് ഏത് രോഗമാണ് പിടിപെട്ടത്? ബുഖാർ, പനി. അന്നു കോ ബുഖാർ ആനെ പർ ഡോക്ടറോനെ ക്യാ റായ് ദി? അന്നുവിന് പനി വന്നപ്പോൾ ഡോക്ടറുടെ
റായ് അഭിപ്രായം എന്തായിരുന്നു? ഉസേ പഹാഡ് പർ ലേ ജായേ അവളെ പർവ്വത നിരയിലേക്ക് കൊണ്ടുപോവുക. और जितना अधिक प्रसन्न രഖാ ജാ സകേ രഖാ ജായേ എത്രമാത്രം സന്തോഷത്തിൽ നിർത്താൻ പറ്റുമോ അത്രയും സന്തോഷമാക്കി നിർത്തുക. ബായി സാഹബ് കെ സാമനെ വികട് സമസ്യ ക്യാതി ബായി സാഹബിന്റെ മുമ്പിലുള്ള വികടമായ പ്രശ്നം എന്തായിരുന്നു? ബുവാജി കെ രഹത്തെ അന്നു കോ പഹാഡ് പർ നഹി ലേ ജാ സക്ത ബുവാജി ജീവിച്ചിരിക്കുമ്പോൾ രഹത്തെ ജീവിച്ചിരിക്കുമ്പോൾ ബുവാജി ജീവിച്ചിരിക്കുമ്പോൾ അന്നുക്കോ അന്നുവിനെ പഹാഡ് പർ നഹീം ലേ ജാ സക്ത പർവ്വതത്തിലേക്ക് കൊണ്ടുപോവാൻ കഴിയുകയില്ല. പഹാഡ് ജാനെ പർ സയാനി ബുവാനെ കിൻ കിൻ ചീസോ കി ലിസ്റ്റ് ബനി പഹാഡിലേക്ക് പോകുമ്പോൾ സയാനി ബുവ ഏതെല്ലാം വസ്തുക്കളുടെ ലിസ്റ്റാണ് ഉണ്ടാക്കിയത്? आंसर है जूतों की, मौसों की, गरम कपड़ों की, ओढ़ने बिछाने के सामान की, बर्तनों की. ഷൂവിൻ്റെ എത്രമാത്രം ചെരുപ്പുകൾ ഉണ്ട് എന്നതിൻ്റെ ചെരുപ്പിൻ്റെ, അതുപോലെ തന്നെ ചൂടിന് ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ, വിരിക്കാനും പുതയ്ക്കാനുമുള്ള സാധനം, അതുപോലെ തന്നെ പാത്രങ്ങൾ, പിന്നെ എന്താണ് കപ്പട അല്ലേ വസ്ത്രങ്ങൾ അല്ലേ, അതിവിടെ എഴുതിയിട്ടില്ല, കപ്പട പറഞ്ഞ വസ്ത്രങ്ങള്, അതിൻ്റെയൊക്കെ ലിസ്റ്റാണ് ആരുണ്ടാക്കിയത്? സയാനി ബുവ ഉണ്ടാക്കിയത്. ബർത്തനോ പറഞ്ഞ പാത്രം കേട്ടോ. हर चीज रखते समय भाई साहब से सयानी बुआ की सख्त हिदायत क्या दी? ഹർ ചീസ് ഓരോ വസ്തുക്കളും രഖത്തെ സമയം വെക്കുന്ന സമയത്ത് ബായി സാഹബ് സെ ബായി സാഹബിന്റെ സയാനി ബുവാക്കി സക്ത് ബായി സാഹബിനോട് സയാനി ബുവയുടെ ശക്തമായ നിർദ്ദേശം എന്തൊക്കെയായിരുന്നു? ഓരോരോ സാധനങ്ങളായിട്ട് പാക്ക് ചെയ്യുകയാണ്, അവർക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ. അങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ട് എടുത്തു വെക്കുന്ന സമയത്തും ഈ സയാനി ബുവ ഓരോ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ, ശക്തമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ആർക്കാണ് നിർദ്ദേശങ്ങൾ നൽകുന്നത്? ബായി സാഹബിന്. അപ്പോൾ ആ ബായി സാഹബിന് സയാനി ബുവ നൽകിയ ശക്തമായ നിർദ്ദേശങ്ങൾ എന്തായിരുന്നു എന്നാണ് ചോദ്യം. ഏക് ബി ചീസ് ഗോനി നഹീ ചാഹിയേ ഒരു വസ്തു പോലും നഷ്ടപ്പെടുത്തരുത്. ഏക് ബി ചീസ് ഒരു വസ്തു പോലും ഗോനി നഹീ ചാഹിയെ നഷ്ടപ്പെടുത്തരുത് എന്തായിരുന്നു? ഹിദായത്ത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രോക്ക് की सिलाई के लिए कितने रुपये दी है? उत्तर 7 രൂപ. എന്താണ് ഉത്തരം? 7 രൂപ. ചോദ്യം ഒന്നും കൂടെ നോക്കാം. ഫ്രോക്ക് കി സിലായി കേലിയ ഫ്രോക്കിന്റെ തയ്യൽ കൂലി, സിലായി പറഞ്ഞ തുന്നൽ, തയ്യലിന്റെ കൂലി, തയ്യൽ കൂലിയായിട്ട് ഫ്രോക്കിന്റെ തയ്യൽ കൂലിയായിട്ട് എത്ര രൂപയാണ് നൽകിയത്? 7 രൂപയെ 7 രൂപ. അതിൽ പറയുന്നുണ്ട് ഞാൻ 7 രൂപ തയ്യൽ കൂലി കൊടുത്ത ഫ്രോക്കാണ്, അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ എത്ര രൂപയാണ് കൊടുത്തത്? 7 രൂപ. പ്യാലെ കെലിയെ കിത്തനെ രൂപയെ ഹേ? പ്യാല പറഞ്ഞ കപ്പ്, കപ്പിന് എത്ര രൂപ ഉണ്ടായിരുന്നു? 50 രൂപയെ 50 രൂപ. 50 രൂപയുണ്ടായിരുന്നു. ലേഖിക കോ പഹലി ബാർ സയാനി ബുവ കാ രോന ദേക്കർ ക്യാ ലഗ? ലേഖികയ്ക്ക് ആദ്യ തവണ തന്നെ സയാനി ബുവയുടെ കരച്ചിൽ കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? ഉൻകി ഭയങ്കർ കഠോരതാമേ കഹീം കോമളത ചിപ്പി ഹേ? അവരുടെ ഭയാനകമായിട്ടുള്ള ആ കഠോര സ്വഭാവത്തിൽ കോമളത കൂടി ഒളിച്ചിരിപ്പുണ്ട്. ഒരു ക്രൂരയായ കഠോര സ്വഭാവമുള്ള വ്യക്തി മാത്രമല്ല, ഒരു കോമളത കൂടെ ഒളിച്ചിരിക്കുന്ന മനസ്സുള്ള വ്യക്തിയാണ് എന്ന് ആർക്ക് തോന്നി? ലേഖികയ്ക്ക് തോന്നി. ബായി സാഹബ് പത്ര കെ ദ്വാര കോൻസി ബുരി ബാത്ത് സുനാദി? ബായി സാഹബ് കത്ത് മുഖേന എഴുതി അറിയിച്ച ചീത്ത കാര്യം എന്തായിരുന്നു? വേദനിപ്പിക്കുന്ന കാര്യം എന്തായിരുന്നു? 50 രൂപയെ വാലെ സെറ്റ് കെ ദോനോ പ്യാലെ ഹാത്ത് സേ ഗിർക്കർ ടൂട്ട് ഗയേ? 50 രൂപയ്ക്ക് വാങ്ങിയ സെറ്റിലെ 2 കപ്പും കയ്യിൽ നിന്നും താഴെ വീണു പൊട്ടിപ്പോയി.
ലേഖിക കോൻസി ബാത്ത് സമജ്കർ ദോസെ ഹസ്പടി. ലേഖിക എന്ത് കാര്യം ആലോചിച്ചാണ്, എന്ത് കാര്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങിയത്? 50 രൂപയ്ക്ക് 2 പ്യാലെ ടൂട്ട് ജാനേക്ക് ബാത്ത് സമജ്കർ. 50 രൂപയുടെ 2 കപ്പ് പൊട്ടിയിരിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കിയപ്പോൾ. എന്താണ് 50 രൂപയുടെ കപ്പ് പൊട്ടി എന്ന കാര്യം മനസ്സിലാക്കിയപ്പോൾ സയാനി ബുവ അത് മനസ്സിലാക്കി ചിരിക്കാനുള്ള കാരണം? അതിനു മുമ്പേ സയാനി ബുവ കരുതിയത് എന്തായിരുന്നു? അന്നുവിനെന്തോ സംഭവിച്ചു. ഭായ് സാഹബിന്റെ കത്ത് വായിച്ച് കൊണ്ടിരിക്കുമ്പോൾ തോന്നിയ കാര്യം അന്നുവിനെന്തോ സംഭവിച്ചിരിക്കുന്നു എന്നാണ് അല്ലെ. പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചത്? ഭായ് സാഹബിന്റെ കയ്യിൽ നിന്നും 50 രൂപ വിലയുള്ള 2 കപ്പ് താഴെ വീണ് പൊട്ടിപ്പോയിട്ടുണ്ട്. അത് സയാനി ബുവയോട് പറയാൻ പേടി. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വളച്ചു തിരിച്ച് വിശദമായൊക്കെ ആര് കത്തെഴുതിയിരിക്കുന്നത്? ഭായ് സാബ് കത്തെഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പൊ അത്രയാണ് നമ്മുടെ ചാപ്റ്ററിലെ എക്സാം ക്വസ്റ്റ്യൻ ഉള്ളത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ. സിരിയാക്കി ബേട്ടി എന്ന സംസ്മരണിലെ 1 വേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് എക്സാം ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സിരിയാക്കി ബേട്ടി കോൻസി വിധാമേം ആത്തി ഹെ? സിരിയാക്കി ബേട്ടി എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ഒന്നാമത്തെ ചോദ്യം. സംസ്മരൺ, ഓർമ്മക്കുറിപ്പ്. ഇതൊരു ഓർമ്മക്കുറിപ്പാണ്. രണ്ടാമത്തെ ചോദ്യം, സിരിയാക്കി ബേട്ടി സംസ്മരൺ കാ ലേഖക് കോൻ ഹെ? സിരിയാക്കി ബേട്ടി എന്ന സംസ്മരണിന്റെ ലേഖകൻ ആരാണ്? മൈത്രേയി കുൽക്കർണി. ആരാണ്? മൈത്രേയി കുൽക്കർണി. लेखिका को कौन से एयरपोर्ट में 24 घंटे रुकना पड़ा? लेखिका को कौन से एयरपोर्ट में 24 घंटे रुकना पड़ा? ഏത് വിമാനത്താവളത്തിലാണ് ലേഖികയ്ക്ക് 24 മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നത്? ടർക്കി എയർപോർട്ട് में, തുർക്കി എയർപോർട്ടിൽ. लेखिका टर्की एयरपोर्ट के बाहर जाकर घूम नहीं सकी क्यों? ലേഖികയ്ക്ക് തുർക്കി വിമാനത്താവളത്തിന്റെ പുറത്ത് പോയി ചുറ്റിക്കറങ്ങാൻ സാധിച്ചില്ല. എന്തുകൊണ്ട്? ക്യോംകി ടർക്കി കാ വിസ നഹീ താ. എന്തുകൊണ്ടെന്നാൽ തുർക്കി വിസ ഉണ്ടായിരുന്നില്ല. पानी लाने के लिए लेखिका कहाँ गई? വെള്ളമെടുക്കാൻ ലേഖിക എങ്ങോട്ടാണ് പോയത്? പാസ് വാലെ കഫേമേ, അടുത്തു തന്നെയുള്ള ഒരു കഫേയിൽ. ലേഖിക കഫേ സേ പാനി കി ബോത്തിൽ ന ഖരീദ് സകി ക്യോ? उसका कार्ड नहीं चल रहा था. लेखिका कफे से पानी की बोतल न खरीद सकी क्यों? ലേഖിക കഫേയിൽ നിന്ന് വെള്ളക്കുപ്പി വാങ്ങാൻ സാധിച്ചില്ല. എന്തുകൊണ്ട്? ഉസ്കാ കാർഡ് നഹീ ചൽ രഹാ താ. അവരുടെ കാർഡ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. किसने लेखिका के कंधे पर हाथ रखकर पानी की बोतल दी? ആരാണ് ലേഖികയുടെ തോളിൽ കൈവച്ചുകൊണ്ട് ലേഖികയ്ക്ക് വെള്ളത്തിന്റെ ബോട്ടിൽ നൽകിയത്? ഏക്ക് സുന്ദർ ലടുക്കി, ഒരു സുന്ദരിയായ പെൺകുട്ടിയാണ് വെള്ളത്തിന്റെ ബോട്ടിൽ നൽകിയത്. दोनों ने मिलकर मुझे एक मीठे आसास से भर दिया था. क्या क्या मिलकर भर दिया था? രണ്ടും ചേർന്ന് എനിക്കൊരു മധുരകരമായ അനുഭൂതി ഉണ്ടായി. എന്തെല്ലാം ചേർന്നാണ് മധുരകരമായ അനുഭൂതി ഉണ്ടായത്? പാനി കെ ഗൂണ്ട് और उस लड़की की हंसी. വെള്ളത്തിന്റെ ഒരു സിപ്പും അതുപോലെ തന്നെ പെൺകുട്ടിയുടെ ചിരിയും. ലഡ്കി കെ ബാഹ് മേ കോൻ താ? പെൺകുട്ടിയുടെ കയ്യിൽ ആരാണ് ഉണ്ടായിരുന്നത്? ഏക് ചോട്ടാ ബച്ച, ഒരു ചെറിയ കുട്ടി. ലഡ്കി കഹാം ജാ രഹി തി? പെൺകുട്ടി എവിടെ പോവുകയായിരുന്നു?
സിറിയയിൽ പോവുകയായിരുന്നു. ലഡ്കി കെ സിരിയ ജാനെ കാ മഖ്സദ് ക്യാ താ? ലഡ്കി കെ സിരിയ ജാനെ കാ മഖ്സദ് ക്യാ താ? പെൺകുട്ടി സിരിയയിലേക്ക് പോകുന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? മാം കി തബിയത്ത് ടീക്ക് നഹീ ഹെ ഉസ്കി മദദ് കെ ലിയെ. അമ്മയുടെ ആരോഗ്യം ശരിയായിരുന്നില്ല, അവരെ സംരക്ഷിക്കാൻ വേണ്ടി. സിറിയ മേ ലോഗ് കൈസെ ജീ രഹേ ഥേ? സിറിയയിലെ ആളുകൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്? ഡർക്കെ സായേമേ, ഭയത്തിന്റെ നിഴലിൽ. എന്താണ് ഭയത്തിന്റെ നിഴലിൽ ജീവിക്കാൻ കാരണം? സിരിയാമേ യുദ്ധ ചൽ രഹാ ഹെ ലെ, സിരിയയിൽ യുദ്ധം നടക്കുകയാണ്. അടുത്ത ചോദ്യം, മാം ഘർ മേ ക്യാ ബനായേഗി? അമ്മ വീട്ടിൽ എന്താണ് നിർമ്മിക്കുന്നത്? എന്താണ് പാചകം ചെയ്യും എന്ന് പറഞ്ഞത്? ഗരം ഗരം പോഹ, ചൂടുള്ള പോഹ. അവിൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു പലഹാരമാണ് പോഹ. ചൂടുള്ള പോഹ അമ്മ തയ്യാറാക്കും. ലേഖിക കി ചിന്ത കിസ് ബാത് പർ ഥി? ലേഖികയുടെ ചിന്ത എന്തിനെ കുറിച്ചായിരുന്നു? 24 ഘണ്ടെ ദേർ സെ ആനെ വാലി ഫ്ലൈറ്റ് കി ചിന്ത ഥി? 24 മണിക്കൂർ വൈകി വരുന്ന വിമാനത്തിന്റെ ചിന്തയായിരുന്നു, അതിന്റെ അവലാതിയായിരുന്നു ലേഖികയ്ക്ക് ഉണ്ടായിരുന്നത്. युद्ध की खबरें आते ही लेखिका की आंखों में क्या सूझ गई? യുദ്ധത്തിന്റെ വാർത്ത വന്ന ഉടനെ ലേഖിയുടെ കണ്ണിൽ എന്താണ് തെളിഞ്ഞത്? ലഡ്കിക്ക് ചോട്ടെ ബച്ചയ്ക്ക് ആംഖേ? ആ പെൺകുട്ടിയുടെ ചെറിയ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു കുട്ടി ഉണ്ടല്ലോ, ചോട്ടെ ബച്ചെ, ചെറിയ കുട്ടി. ആ കുഞ്ഞു കുട്ടിയുടെ ആംഖേ, കണ്ണുകൾ. യുദ്ധ की कहानी कैसे होती है? യുദ്ധ की कहानी कैसे होती है? യുദ്ധകഥ എങ്ങനെയാണ് വികസിക്കുന്നത്? ബേചൈൻ കർണേവാലി, അതായത് യുദ്ധത്തിന്റെ കഹാനി എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദ്യം. മനസ്സിന് സന്തോഷം നൽകുന്നതാണോ, സമാധാനം കെടുത്തുന്നതാണോ? അതാണ് ചോദ്യം കേട്ടോ. യുദ്ധക്ക് കഹാനി കൈസേ ഹോത്തി? യുദ്ധത്തിന്റെ കഥ എങ്ങനെയാണ്, നമുക്ക് എങ്ങനെയാണ് തോന്നുന്നത് ആ യുദ്ധകഥ എന്ന് പറയുന്നത്? ബേചൈൻ കർണേവാലി, നമ്മളെ അസ്വസ്ഥമാക്കുന്നതാണ്, നമ്മളെ അസ്വസ്ഥമാക്കുന്നതാണ് യുദ്ധകഥ എന്ന് പറയുന്നത്. അത്രയാണ് നമ്മൾ ഇതൊന്ന് 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.